വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ടാക്സ് പ്ലാനിങ് റിലേറ്റിംഗ് ടു ഇൻഡിവിജ്വൽ. നമുക്കറിയാം, എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ടാക്സ് പേ ചെയ്യുന്ന ആളുകളുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് പരമാവധി എത്ര ടാക്സ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് ചോദിക്കാനുള്ളൊരു സാധ്യത. അപ്പോൾ നമുക്കൊരു 6-7 പോയിൻ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിടുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതിനെ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കിയിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടാക്സ് പ്ലാനിങ് റിലേറ്റിംഗ് ടു ഇൻഡിവിജ്വൽ. ഫസ്റ്റ് പോയിൻ്റ്, അവെയിൽ ദി ബെനിഫിറ്റ് ഓഫ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ അസസ്മെൻറ്റ് ഇയർ മാറുമ്പോഴും മാറ്റങ്ങൾ വരും. അപ്പം നമുക്കറിയാം, 2.5 ലക്ഷം വരെ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ടാക്സിന് എക്സംഷൻ ഉണ്ട്, ടാക്സ് കൊടുക്കണ്ട. അത് സീനിയർ സിറ്റിസൺ ആകുമ്പോൾ അത് 3 ലക്ഷമാണ്, സൂപ്പർ സീനിയർ ആകുമ്പോൾ അത് 5 ലക്ഷമാണ്. അപ്പോൾ ഇതിനാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ഇതെല്ലാവർക്കും കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അത് ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതറിയാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഇതിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള ടാക്സ് കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ടാക്സ് പ്ലാനിങ്. അപ്പോൾ അവെയിൽ ദി ബെനിഫിറ്റ് ഓഫ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. Then second, avail rebate under section 87A if taxable income up to 5 lakh. നമുക്കറിയാം 87A എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ഉണ്ട്, അത് റിബേറ്റിനെ കുറിച്ചാണ്. റിബേറ്റ് പറഞ്ഞാൽ കിഴിവ് തന്നെയാണ്. അപ്പോൾ അതിനൊരു റൂൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെ മാത്രം ആവുകയാണെങ്കിൽ, അതിൻ്റെ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു 12,500 രൂപ നമുക്ക് എന്താണ് റിബേറ്റിനുള്ള അർഹത ഉണ്ട്. അതാണ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറയുന്ന റിബേറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് 5 ലക്ഷം വരെ നമ്മുടെ ടോട്ടൽ ഇൻകം അതിലേക്ക് നിജപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിബേറ്റിനുള്ള ഒരു അർഹത ഉണ്ട്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ അർഹത ഉള്ളൂ. ബാക്കി കമ്പനികൾ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും റിബേറ്റ് ഉണ്ടാവില്ല. സോ ഇതൊരു ടാക്സ് പ്ലാനിങ് ആണ്. ദെൻ ഇൻവെസ്റ്റ് മണി ഇൻ നോട്ടിഫൈഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് സ്കീംസ്. ഇതിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ദി ഇൻകം ഫ്രം വിച്ച് ഈസ് ടോട്ടലി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആസ് പെർ സെക്ഷൻ 10, 11 ആൻഡ് 10, 15. ഇത് ഇതേപോലെ പഠിച്ചേക്കുക. ഈ ഒരു സെക്ഷൻ പ്രകാരം എന്താണ്, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മാക്സിമം നിങ്ങൾക്ക് എന്താണ് ടോട്ടലി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PPF അഥവാ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് വിഡ്രോവൽ ഫ്രം ദി ഫണ്ട് ആർ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 10, 11. അപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അതിൽ ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് നിങ്ങളതിന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സാധാരണഗതിയിൽ ഇൻട്രസ്റ്റിനൊക്കെ നമുക്ക് എന്താണ് അതർ സോഴ്സിൽ നമ്മൾ ടാക്സ് ചെയ്യണം. അപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതെന്താണ്, അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതൊരു ടാക്സ് പ്ലാനിങ് ആണ്. നിങ്ങൾക്ക് അത് എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് കണക്ക് ചെയ്യാം. ദെൻ മറ്റൊരു പോയിൻ്റ്, ഡെപ്പോസിറ്റിംഗ് PSB അക്കൗണ്ട് എക്സംപ്റ്റഡ് അപ് ടു ₹3,500 ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആൻഡ് അപ് ടു ₹7,000 ഇൻ കേസ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട്. അപ്പോൾ PSB അക്കൗണ്ടിൽ നിങ്ങൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു 3,500 രൂപയും, അതല്ല ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ എന്താണ് 7,000 രൂപ വരെ നിങ്ങൾക്ക് എന്തുണ്ട്, എക്സംപ്റ്റിനുള്ള അർഹത ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിനോട് കൂട്ടി വായിക്കാവുന്നവ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവർക്ക് FD ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതുപോലെ സേവിങ് ഡെപ്പോസിറ്റ്, പിന്നെ റെക്കറിങ് ഡെപ്പോസിറ്റ്, ഇതിലൊക്കെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് പരമാവധി ഒരു 50,000 രൂപ എന്താണ് ഡിഡക്ഷനുള്ള അർഹത ഉണ്ട് ഇൻട്രസ്റ്റായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ എന്താണ് ഒരു 50,000 രൂപ എന്താണ് ഡിഡക്ഷനുള്ള അർഹത ഇവർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു പോയിൻ്റ്, ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഓഫ് കമ്പനീസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, അതായത് UTI. ദിസ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ആസ് പെർ സെക്ഷൻ 10, 34, 35. അപ്പോൾ ഇതുപോലെ പഠിച്ചേക്കുക. അണ്ടർ സെക്ഷൻ 10, 34, 35 പ്രകാരം എന്താണ് നിങ്ങളെന്താണ് ഷെയർസിലും കമ്പനിയിലെ ഷെയർസിലും UTIയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് നിങ്ങൾക്ക് ഫുള്ളി എക്സംപ്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ,
Then invest in long-term investment scheme which are mentioned in section 80C, 80CCC, CCD1. അപ്പോൾ ഇതൊക്കെ 80C മുതൽ 80U വരെയുള്ള നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് 80C എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ പരമാവധി 1,50,000 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്ഷന് അർഹത ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ദെൻ ആസ് പെർ സെക്ഷൻ 24B, ഇൻട്രസ്റ്റ് ഓൺ ഹൗസ് ലോൺ സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ് ടു ₹2 lakh ഈസ് എക്സെപ്റ്റഡ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് താമസിക്കുന്ന വീട്, അതാണ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് നിങ്ങൾ അടച്ച ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പരമാവധി 2 ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സംഷൻ നിങ്ങൾക്ക് എന്താണ്, അതിനുള്ള അർഹത ഉണ്ട്. അത് സെക്ഷൻ 24B ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കണ്ടുവരുന്ന കുറേ ടാക്സ് പ്ലാനിങ്. ഇതുപോലെ നിങ്ങൾ കണക്കുകൾ ചെയ്തു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ വരും. അതൊക്കെ നിങ്ങൾക്ക് ഇതിനോട് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മൈന്യൂട്ടായിട്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ടാക്സ് പ്ലാനിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ മറ്റ് വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.